കൂട്ടുകാരൻ പണിയില്ലാണ്ട് നടക്കുകയാണെങ്കിൽ എന്റെ കൂടെ വാ, ഞാൻ പണിയരാ. കടലിൽ വള്ളത്തിൽ പോയി മീൻ പിടിക്കുന്ന പണിയാ. കുഞ്ഞിനത് പരിചയമുണ്ടാ? അമ്മച്ചൊന്ന് ചുമ്മായിരി. 10 ദിവസത്തിനുള്ളിൽ ഞാൻ പണി പഠിപ്പിച്ചു കൊടുക്കാം. കുമ്പാരി, ഈ വേഷമൊക്കെ ഒന്ന് മാറ്റണ്ടേ? കുളിക്കാൻ അപ്പുറത്ത് മറപ്പരയുണ്ട്. ഈ മേരിക്കുട്ടി, മേരിക്കുട്ടിയെ എന്താ അച്ചാ? കുളിക്കാൻ ഇച്ചിരി വെള്ളം കോരി വയ്ക്കേ. കുളി കഴിഞ്ഞിട്ട് ഇത് ഉടുക്കാം. മേടിച്ചിട്ട് ഞാൻ ഇതുവരെ ഉടുത്തിട്ടില്ല. അമ്മച്ചേ, അമ്മച്ചേ, എന്നതാടാ? അലക്കിട്ടിരിക്കണ തോർത്തിക്ക് എടുത്തേ. നീ ഇങ്ങോട്ട് വന്നേ. ആ ചെറുക്കന് കുടിക്കാൻ വല്ലതും വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്ക്. ചോദിക്കട്ടെ. കുമ്പാരി, കുടിക്കാൻ എന്തെങ്കിലും? ഇപ്പോഴൊന്നും വേണ്ട. ഇവിടെ അടുത്തൊരു ഉഷയുണ്ട്. ഉഷ ഉപഷാപ്പ്, നല്ല 1-ാം തരം കള്ളു കിട്ടും. ചമ്മണ മേടിച്ചോണ്ട് വരാം. വേണ്ട ജോസ്, വേണ്ട. ഞാൻ ഇനി ഒരിക്കലും കുടിക്കില്ല. ഞാനും അങ്ങനൊന്നും കുടിക്കത്തില്ല. പിന്നെ പണി കഴിഞ്ഞ് വരുമ്പോ 2 ഗ്ലാസ് അടിക്കും. കുടി ചിലപ്പം നമ്മുടെ ജീവിതം തകർത്തുന്ന വരും ജോസെ. വെള്ളം ചൂടാക്കണോ അച്ചാച്ച? കുമ്പാരി ചൂടുവെള്ളത്തിലാണോ കുളിക്കണേ? അല്ല. വേണ്ട. മണി 10 ചാണ്ടമ്മേ. ഡോക്ടർ ഇതുവരെ കണ്ടില്ലല്ലോ. പ്രസവ കേസിന് പോയതല്ലേ, 2 അറിയാതെ വരാൻ പറ്റുമോ? ഡോക്ടർക്ക് 100 ആയുസാ. ദേ വരുന്നുണ്ട്. നമസ്കാരം. കാത്തിരുന്ന് മുഷിഞ്ഞായിരിക്കും. ഞാൻ ആ വസ്തിന്റെ മകളെ പ്രസവത്തിന് പോയത്. കൊച്ചു തല തിരിഞ്ഞ് അകത്ത് കിടന്നത് നേരെ ആക്കി പുറത്ത്. കൊച്ചിന് കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ തള്ള കാര്യമായി. അയ്യോ, എല്ലാവരെയും ചീട്ടെടുത്തിട്ടുണ്ടോ ശാന്തമ്മേ? ഉണ്ട്. ആ പെങ്കൊച്ചേതാ? ഇവിടെ പുതിയതായിട്ട് വന്നാന്നാ തോന്നുന്നു. അവിടെ ആദ്യം വിളി. തങ്കമ്മ, ഇരിക്കൂ. എന്താ? ഇവക്കൊരു പല്ലുവേദന. ഓഹോ, വരണം. നിങ്ങൾ അവിടെ നിൽക്കണം. താമസം കുറെ ദൂരെ ആണേലും ഇവിടെ കൂടെ ഉണ്ട്. ഇവിടെ നടക്കുന്ന എല്ലാ നല്ല കാര്യത്തിനും മമ്മൂക്ക മുമ്പൊക്കെ. ഞമ്മളെ വാപ്പ ആദ്യം ഇവിടെ കച്ചവടത്തിന് വന്നപ്പോ ഈ ജോസിന്റെയും ജോയിന്റെ ഒക്കെ അപ്പന്മാരാണ് വാപ്പയെ സഹായിച്ചത്. നമുക്കത് മറക്കാൻ വെക്കുക. ആട്ടെ, ബാബു സാറിന്റെ വീട് എവിടെയാന്ന് പറഞ്ഞില്ലല്ലോ? കുറച്ച് ദൂരെയാ. ജോസേ, ജോസേ, ഒരു 10 രൂപ കാശ് കണ്ട്. മോനൊരു കുറവില്ല. നമ്മളെ രാജപ്പൻ ഡോക്ടർ ഒന്നുകൂടി കാണിക്കാനാ. കുഞ്ഞിനെ എങ്ങനെ ഇരിക്കുന്നുണ്ട് കല്ലുകുട്ടി? ഒരു കുറവുമില്ല ചേട്ടത്തി. കുഞ്ഞിന് എന്താ അസുഖം? വയറ്റിളക്കം ചെറുതിൽ പോവാ. രാജപ്പൻ ഡോക്ടർ ഗുളിക തന്നു. അതിന്റെ പകുതി കൊടുത്ത പിന്നെ വയറ്റിന് വെള്ളം പോലെ പോകുന്നേ. എന്ത് മരുന്നാ കൊടുത്തത്? ഒരു വെളുത്ത ഗുളിക ചീട്ട്. ഞാനൊരു മരുന്നിനെ കുറിച്ച് തരാം, മേടിച്ചു കൊടുക്കാം. സംശയിക്കണ്ട, മേടിച്ചു കൊടുത്തത്. ജോസെ, ഇച്ചിരി കടലാസം മേടിച്ചു തന്നു. മേരിക്കുട്ടി, ഒരു കടലാസം പെൻസിലിംഗ് എടുത്താടി. കുഞ്ഞിനെ ഇങ്ങോട്ട് തന്നേര്. അല്ല, സാറിന് മരുന്ന് കുടിക്കാൻ അറിയാവാ? ഈ മരുന്ന് വാങ്ങി 1/2 ഗുളിക വീതം 3 നേരം കൊടുക്കും. അതിന് കാശ് വേണ്ടേ? അത് ഞാൻ മറന്നു. മോന് എന്തു പറ്റിയടാ? കുമാര്, തന്റെ കൂട്ടുകാരൻ കുത്തിയെന്ന മരുന്ന് മേടിച്ചു കൊടുക്കാവാ. കണ്ടിട്ട് ഏതാണ്ടൊക്കെ അറിയാവുന്ന ആളാന്നാ തോന്നണേ. ചിലപ്പോ ഏതെങ്കിലും മരുന്ന് ഷാപ്പിൽ എടുത്തു കൊടുക്കാൻ ആളായിരിക്കാം. പണ്ടം കണ്ട് കഴുകി കിട്ടാൻ നിന്ന രാജപ്പൻ ഡോക്ടറുടെ മരുന്ന് കൊടുക്കാമെങ്കിൽ ഇതൊന്ന് കൊടുത്തു നോക്ക്. ആ, കൊടുത്തു നോക്കാം. നെല്ലിക്കുട്ടി, നീ വീട്ടിലേക്ക് പോയിക്കോ. ഞാനിപ്പോ വന്നേക്കാം. അവളിവിടെ നിൽക്കട്ടെ, നീ മരുന്ന് മേടിച്ചോണ്ട് വാ. നീ വാടി. ഒരു മേരിക്കുട്ടെ, എന്നാല് കാറ് കാണുന്നുണ്ടല്ലോ. ആ, കാറ്റുണ്ടല്ല, കാറ് മാറും. വരി, നമ്മുടെ ചങ്ങായിക്കും വെള്ളത്തിൽ പോരണമെന്നുണ്ട്. ആരെ, ബാബു സാറോ? വേണ്ട വേണ്ട, കടൽ ചൊരിക്കിന്റെ വാളടിക്കും സാറേ. അത് സാരമില്ല. സാരമുണ്ട്.
ഞങ്ങള് വള്ളത്തിൽ പോയി മീൻ പിടിച്ചുകൊണ്ടുവരാം. സാറ് ഈ കരക്കിരുന്നാ മതി. എന്റെ കുഞ്ഞുമോനെ വന്നതുപോലെ ആർക്കെങ്കിലും ദണ്ണം വരികയാണെങ്കിൽ നോക്കാൻ ഒരാള് വേണമല്ല. കുഞ്ഞിന് എങ്ങനെയുണ്ട്? സാറിന്റെ ഒറ്റ നേരത്തെ മരുന്ന് കൊടുത്തപ്പോഴേ സൂക്കേട് പോയി. സത്യം പറയാലോ, സാറ് മരുന്നിനെ കുറിച്ച് ചെന്നപ്പം എനിക്ക് ഇച്ചിരി സംശയം ഉണ്ടായിരുന്നു. സാറിന് ചികിത്സിക്കാൻ അറിയാമോ? ഇപ്പൊ മനസ്സിലായില്ലേ? സാറിന് ചികിത്സിക്കാൻ അറിയാമെന്ന്. കൊള്ളാം. സാറില്ലായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞുമോനെ മെഡിക്കലിൽ കൊണ്ടുവേണ്ടി വന്നേനെ. സാറേ, നമ്മുടെ വയറ്റിന് ഇവിടെയായിട്ട് കിടപ്പൂർ വേദന. ഒത്തിരി മരുന്ന് കഴിച്ചതാ. ഒന്ന് നോക്കിയട്ടെ. എത്ര ആളായി തുടങ്ങിയിട്ട്? കുറച്ചു നാളായി. ഇവിടാണോ? കുറച്ച് താപ്പോട്ട്. അവിടെ. ഇതെന്താ മമ്മൂക്ക, കടാപ്പുറം ആശുപത്രിയാക്കാൻ പോവാണാ? ഈ കടപ്പുറത്ത് നമുക്ക് നല്ലൊരു ആശുപത്രി ഉണ്ടാക്കാൻ പറ്റൂ. കാശും ചക്രവും പെരുത്തില്ലെങ്കിലും നമുക്കെല്ലാം പടച്ചോന്നെന്ന നല്ലൊരു മനസ്സില്ലേ? നമ്മളെല്ലാം ഒത്തുകൂടിയ ഒന്നാമതൊരു ആശുപത്രി ബാബു സാറിന് ഉണ്ടാക്കി കൊടുക്കാം. മതി, തലവലിക്ക് വെച്ച് പിടിച്ചോ, പിടിച്ചോ. ഇല്ല ഇല്ല ഇല്ല, പള്ളി പോയി പറഞ്ഞാ മതി. പള്ളി പോയി പറഞ്ഞാ മതി. ഇല്ല, ഈ ഓണം ഉണ്ടാക്കണോ അതിനെ വള്ളത്തിൽ പോയോ? എല്ലാം മത്തിയാണല്ലോടാ. എന്താടാ, വലിയ മീനൊന്നും ഇല്ലയോടാ? ഇല്ല ഉം? ഇല്ല. ഉം. ഉം. ഏയ്. എന്റെ പൊന്ന് റപ്പായിച്ചേട്ടാ, ഇതെടുക്കരുത്. വീട്ടാവശ്യത്തിനുള്ളതാ. റപ്പായിച്ചേട്ടനെ കാശ് ഞാൻ തരാം. ഉം. ഛീ, നീ റപ്പായിയുടെ കൈക്ക് പിടിക്കാനായോ നായെ? എന്താ റപ്പായി? ഇവരൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്നവരല്ലേ? ആ മീൻ തിരിച്ചു കൊടുത്തേക്ക്. ആ, എടുത്തോ.
അമോണിയം ടാബ്ലറ്റ് ഉണ്ടല്ലോ. ഉണ്ട്. പക്ഷെ ഡോക്ടർ ഐഡിയൻ തീർന്നിരിക്കുക. സാരമില്ല, ആ കുപ്പിക്കകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കുലുക്കി അവിടെ വെച്ചാൽ മതി. ഡോക്ടർ, ആരെ ഒരാളെ താങ്ങി പിടിച്ചോണ്ട് വരുന്നുണ്ടല്ലോ. വരട്ടെ വരട്ടെ, നമുക്ക് എടുക്കാം. ഡോക്ടർ, അത് നമ്മൾ റപ്പായി ചേട്ടനാ. ചതിക്കോ? അവനിട്ടാണോ കിട്ടിയത്? ശ്ശോ, ഇനി അവനെ ചികിത്സിക്കാൻ വേണം, ചെലവിനും കൊടുക്കണം. ഏതായാലും ബെഡ് റെഡിയാക്കി. ആരായാലും അറിഞ്ഞ് പെരുമാറിയിട്ടുണ്ടല്ലോ ഉറപ്പായി. ഒരക്കടി പറ്റിപ്പോയി ഡോക്ടറെ. അവർ ഒരുപാട് പേരുണ്ടായിരുന്നു. അതുകൊള്ള നീ ഇവിടെ വന്നിരിക്കുകയാണ്. അങ്ങോട്ട് തന്നെ കറിക്കുന്നരച്ച്. അമ്മച്ചി, എനിക്കൊരു വയറ്റുവേന. അതിന് നീ കാലത്ത് കണ്ടടച്ചാണ് വല്ലതും തിന്നാ? ഇല്ല. ആ, എന്നാ വായുവിന്റെ കേക്കലായിരിക്കും. നീ ആ ബാബുമോന്റെ ആശുപത്രി ചെന്ന് ഇത്ര മരുന്ന് മേടിച്ചു കുടിക്ക്. ശരി അമ്മച്ചി. എടിയടി, എങ്ങോട്ടാ? മരുന്ന് മേടിക്കാൻ. ഈ വേഷത്തിലാ? പോയി സാരിയും ബ്ലൗസും മാറ്റിയിട്ട് പോടി തന്നെ. സാറേ, ഒരു അർജന്റ് രോഗി വന്നിട്ടുണ്ട്. അർജന്റ് രോഗിയോ? ആരാ? നീ കയറി വാ ചേച്ചി. ഈ ഗുളിക കാലത്തും വൈകിട്ടും ഓരോന്ന് കഴിക്കുക. മേരിക്കുട്ടിയാണോ അർജന്റ് രോഗി? എന്താ വന്നത്? എനിക്ക് നെഞ്ചിനകത്ത് ഒരു വേദന. നീ വരൂ. ഇവിടെ കയറി കിടന്നേ. കിടന്നേ. ഇവിടെ വേദനയുണ്ടോ? ഇല്ല. ഇവിടെ? പിന്നെ എവിടെ വേദന? മേരിക്കുട്ടി, നീ എന്താ കണ്ണടച്ചത്? ഞാൻ നോക്കിയിട്ട് അസുഖമൊന്നും കാണുന്നില്ലല്ലോ. ബാബുമോനെ, ഇങ്ങോട്ടൊരു സോക്കേടുകാരി വന്നല്ല. ഇതാ ഇവിടെ ഉണ്ട്. എന്നതാ മോനെ ഇവക്കടെ സോക്കേട്? ഇച്ചിരി കൂടുതലാ. 10 ദിവസം ഫുൾ പട്ടിണി കിട്ടാ മതി, മാറും. അരുളപ്പാ, എടാ അരുളപ്പാ. എന്തോ? ദേ ബാബുമോന് ചോറ്. അമ്മച്ചി, കൂട്ടാൻ എരിവ് കൂടുതലുണ്ടോ? നീ പോടാ. ബാബുവിന്റെ ഇഷ്ടവും ശീലവും ഒക്കെ എനിക്കറിയാം. നീ അങ്ങോട്ട് വിളമ്പി കൊടുത്താൽ മതി. അമ്മച്ചി, ഈ ടാബ്ലറ്റ് ദിവസം 3 നേരം കൊടുക്കണം. പകല് മുഴുവനും ചീക്കപ്പോത്തിനെ പോലെ കിടന്ന് ഉറക്കമാണ് മോനെ അവള്. അതിന് മരുന്ന് വേണ്ട അമ്മച്ചി. നമുക്ക് ഇവിടെ നല്ലൊരു ചെറുക്കനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാ മതി. എന്താണ് ഇത്ര വലിയ ആലോചന? ഒന്നുമില്ല. വിശേഷം നല്ലതെന്ന് സാർ അറിഞ്ഞ? എന്താ? സാറെ പറ്റി ഇന്നത്തെ അന്തിപത്രത്തിൽ ഒരു അപഖ്യാതി വന്നിട്ടുണ്ട്. അപഖ്യാതി? ഓ, ആ കള്ളക്കഴിവറി പത്രാധിപരുടെ പണിയാ. എടാ, ഇതാ ആറാൻ പറഞ്ഞ രാജപ്പൻ ഡോക്ടർ കായ് കൊടുത്ത് എഴുതിച്ചിട്ടുള്ള രണ്ടിനെയും നമുക്ക് തപ്പാൻ മമ്മൂക്ക. കാര്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. വായിച്ചു നോക്ക്. ബാബു സാറ് കള്ള ഡോക്ടറാണെന്നും ഇതിനകത്ത് കള്ളുകൂടിയും വ്യഭിചാരവും നടക്കണമെന്ന് എഴുതി വെച്ചിരിക്കണ. ഞമ്മക്കിട്ട് ഒരു അടിയാ അടിച്ചിരിക്കണത്. എന്താ? എന്റെ അടി ഏറ്റില്ലേ? ഏറ്റുവാശാലേ ഏറ്റു. താനൊരു ഭയങ്കരനാണ്. തന്റെ ഈ മഞ്ഞപത്രത്തെ റിപ്പോർട്ട് ഇത്ര കേശമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ എന്ത് എഴുതിയാലും യേശുൻ ഡോക്ടറെ. ഇത് കണ്ടോ? ഇതാണ് എന്റെ മാരകായുധം. ഇവനെ ഒന്ന് ചലിപ്പിച്ചാൽ മന്ത്രിമാർ വരെ നടുങ്ങും. പോലീസ് ഉടനെ ഇത് അന്വേഷിക്കൂ. അന്വേഷിക്കുമെന്ന്. നാളെ ഈ നേരത്തെ അവൻ ജയിലിൽ കിടന്ന് ഗോറമുണ്ട തിന്നും. ഈ ന്യൂസ് ഒന്ന് എഴുതി ഉണ്ടാക്കാൻ എന്ത് പാടുപെട്ടെന്നറിയാവൂ. താൻ വിഷമിക്കണ്ട, ഞാനത് അറിഞ്ഞു ചെയ്യാം. അല്ല, ഡോക്ടർ അത് ചെയ്യുമെന്ന് എനിക്കറിയാം. ഇപ്പൊ കടലാസും അച്ചിരി മഷിക്കൽ എന്ത് വില കൂടുതലാണെന്നു. കള്ളിന് വരെ വില കൂടിയിരിക്കുക, പിന്നെയാണോ കടലാസിനും മഷിക്കും വില കൂടാത്തത്? ഇതിരിക്കട്ടെ. കുറെ നാളായിട്ട് ഇവിടെ കൊലപാതകമായിരുന്നു അങ്ങത്തെ. രാത്രി അയാൾ കുറെ റൗഡികൾ സ്ഥിരമായി വെള്ളം അടിക്കുന്നത് അതിനകത്ത് വെച്ച ആ ഡോക്ടർ എന്ന് പറഞ്ഞാണ് അവരുടെ നേതാവ്. ശരിക്കൊന്ന് പൂശണം അങ്ങത്തെ. അയ്യോ,
ആം വെരി സോറി ഫോർ ദി ട്രബിൾ ഡോക്ടർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഈ ആശുപത്രിയെ പറ്റി പേപ്പർ ന്യൂസും പെറ്റീഷനും ഒക്കെ വന്നാൽ ഞങ്ങൾക്ക് എൻക്വയറി നടത്താതിരിക്കാൻ ഒക്കുമോ? പത്രത്തിൽ വന്ന ന്യൂസ് ശരിയല്ലേ സാറേ? അല്ല, ഡോക്ടർ സന്തോഷ് ബാബു ഔദ്യോഗിക അംഗീകാരമുള്ള ആളാണ്. BSc MBBS. സർട്ടിഫിക്കറ്റ് ഒക്കെ സാർ പരിശോധിച്ചോ? പരിശോധിച്ചു. അവയെല്ലാം ഒറിജിനൽ ആണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. ഗുഡ് ലക്ക് ഡോക്ടർ. താങ്ക് യു. ശരി. നീ ഇങ്ങോട്ട് മാറി നിൽക്കടി പെണ്ണേ. ഓടിക്കോ ഓടിക്കോ രാജപ്പ നാട്ടി ഓടിക്കോ അല്ലെങ്കിൽ മേടിക്കും തട്ട്. ഓടിക്കോ ഓടിക്കോ രാജപ്പ നാട്ടി ഓടിക്കോ അല്ലെങ്കിൽ മേടിക്കും തട്ട്. ഡോക്ടർ ബാബു നമ്മുടെ ഡോക്ടർ. ഡോക്ടർ ബാബു നമ്മുടെ ഡോക്ടർ. ഡോക്ടർ ബാബു നമ്മുടെ ഡോക്ടർ. ഉഷേ, സ്വർണ്ണക്കടയിൽ പോകണ്ടേ? വേഗം വരൂ. എന്താ കുമാര? കൊച്ചമ്മയ്ക്ക് വീട് വരെ ഒന്ന് പോയാൽ കൊള്ളാം. വയ്ക്കോട്ടെ, കുഞ്ഞുങ്ങളെ കൂടി. അവർക്ക് സ്കൂളിൽ പോകണ്ടേ? ഇളയ കുഞ്ഞമ്മയെ കാണാതെ. ഇളയ കുഞ്ഞ് അല്ലേ? അത് നമ്മൾ തന്നെ കൊണ്ടുപോയിക്കോട്ടെ. നമ്മുടെ വണ്ടി. ആ വണ്ടി ഇന്ന് എനിക്ക് ആവശ്യമുണ്ട്. ബാല, എനിക്കൊരു അരഞ്ഞാണം കൂടെ വാങ്ങിക്കണം. 25 പവന്റെ അരഞ്ഞാണം എന്റെ ഇടിപ്പിക്കിടന്നതാ. ദാ ഇവളുടെ അച്ഛൻ ഊരിക്കൊണ്ടുപോയി ഇട്ടു കളഞ്ഞു. ശരിയമ്മായി, വാങ്ങിച്ചോണ്ട് വരാം. മമ്മി, വെള്ളി മതിയല്ലോ. എന്താടി, എനിക്കത്ര വയസ്സായി പോയോ? അവൻ ഇഷ്ടമുള്ളത് മേടിക്കും. നിങ്ങൾക്ക് സ്കൂളിൽ പോണ്ടേ മക്കളെ? പരീക്ഷ കഴിഞ്ഞാലുടനെ മമ്മി അപ്പൂപ്പനെ പറഞ്ഞു വിടാം. അപ്പൂപ്പന്റെ കൂടെ വന്നാ മതി. അറിയാതെ മക്കളെ. കുഞ്ഞിപ്പോ ഇവിടുന്ന് പോകുന്നത് അല്ലാതെ വേറെ മാർഗമില്ല നാണ്യമ്മേ. ഇതിൽ കൂടുതൽ സഹിക്കാൻ എനിക്ക് ശക്തിയില്ല. ഇനി ഇവിടെ നിന്നാൽ ഞാൻ എന്തെങ്കിലും കടുകൈ ചെയ്തു പോകും. രാവിലെ കുട്ടികളെ സ്കൂളിൽ വിടണം. സജി പല്ല് തേക്കാൻ മടിച്ചു നിൽക്കും. അത് ശ്രദ്ധിക്കണം. എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. മുന്നേ നീന്നെ സജി രാവിലെ എഴുന്നേക്കാൻ മടിക്കരുത്. നാണിയമ്മ പറയുന്ന അനുസരിക്കണം. ഡാഡിയെ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യരുത്. എന്റെ മമ്മി. അമ്മായി ഉഷയിരിക്കുന്നിടത്ത് പോകരുത്. ഇല്ല മമ്മി. ഇങ്ങ് തരൂല്ലേ?